ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ താൻ കുഴിക്കും കുഴിയിൽ താൻ തന്നെ വീഴും എന്ന് പറയുന്നത് വെറുതെയല്ല എന്ന് പിങ്കിയുടെ കാര്യത്തിൽ ഉറപ്പായി. പിങ്കിക്ക് പണി കൊടുത്തുകൊണ്ട് പിങ്കിയുടെ പപ്പ തന്നെ കാര്യങ്ങളെല്ലാം അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ചെവി അറിയാതെ നമ്മുടെ വരുണും അതുപോലെ തന്നെ നന്ദയും പ്രിയയും ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പിങ്കിക്ക് അല്ലെങ്കിൽ പിങ്കിയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് പണി കൊടുക്കുകയാണ് എന്നുള്ളത് അറിയാതെ പിങ്കിയും പിങ്കിയുടെ ശിങ്കിടികളും പെട്ടു എന്നറിയാതെ അവിടെ കിടന്ന് ഭയങ്കര ഷോയും കാര്യങ്ങളൊക്കെ നടത്തുമായിരുന്നു. ഈ സമയത്താണ് തെളിവ് സഹിതം, അതായത് CCTV ദൃശ്യത്തിലെ തെളിവ് സഹിതം നമ്മുടെ നന്ദ എല്ലാവരുടെയും മുന്നിൽ കൊണ്ടുവന്ന് അങ്ങ് നേരത്തെ അങ്ങ് വെക്കുന്നത്. അത്രയും നേരം നന്ദയും അതുപോലെ നന്ദയുടെ ആൻറ്റിയും കള്ളികളാണെന്ന് പ്രഖ്യാപിച്ചവരുടെ മുന്നിലേക്ക് പിങ്കി ആ സത്യം കൊണ്ടുവന്ന് തെളിയിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരുത്തർക്കും വായിൽ നാവുണ്ടായിരുന്നില്ല മിണ്ടാനായിട്ട്. പിങ്കി ആണെങ്കിൽ പേടിച്ച് വിറച്ച് നിൽക്കുക. പിങ്കിയുടെ ഉറ്റ സുഹൃത്തായ സാന്ദ്ര എന്ന് പറയുന്നവളും അതുപോലെ തന്നെ ഇത്രയും നേരം ഇത്രയും നല്ല മനുഷ്യനില്ല എന്ന് അഭിനയിച്ച് തകർത്തുകൊണ്ടിരുന്ന പുഷ്പനും ഒക്കെ പിടിക്കപ്പെട്ടു. ഇനി ഇതിൽ വളരെ വിരളിലെണ്ണാവുന്ന ആ ഒരു സമയം മാത്രമേ പിങ്കിക്ക് പിടിവീഴാനായിട്ടുള്ളൂ. ആ പേടിയാണ് പിങ്കിക്ക്. അങ്ങനെ പുഷ്പനെ കൈയോടെ പിടികൂടി കഴിഞ്ഞപ്പോഴേക്കും പുഷ്പൻ്റെ ചെവിക്കല്ല് ചെന്ന് അടിച്ച് തകർത്തിട്ട് ഇതെന്തിനാണെന്ന് നിനക്കറിയാവോ? നീ കുറ്റം ചെയ്തതിനല്ല, എൻ്റെ മുന്നിൽ നീ നല്ലപിള്ള ചമഞ്ഞു നിന്ന് സംസാരിച്ചതിനാണെന്ന് ഗൗതം അങ്ങ് പറഞ്ഞു. ഇങ്ങോട്ട് വാടാ എന്നും പറഞ്ഞു പൂത്തിനും പിടിച്ച് വലിച്ചഴിച്ച് എല്ലാവരുടെയും മുന്നിൽ അങ്ങ് കൊണ്ടുവന്ന് നിർത്തി. ഇവൻ്റെ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ചോദിക്കുവാണ്. അപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല. ഇവനാണ് തെറ്റ് ചെയ്തത്, അതുകൊണ്ട് തന്നെ ഇവനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മിയും അതിന് സപ്പോർട്ട് പറഞ്ഞു. അതുപോലെ തന്നെ പ്രിയയും സപ്പോർട്ട് പറഞ്ഞു. കാരണം നമ്മുടെ ആൻറ്റിയെയും അതുപോലെ തന്നെ നന്ദയെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും പറഞ്ഞു വാഗ്വാദങ്ങൾ ഒരുപാടായിരുന്നു. വാദോരാതെ സംസാരിച്ച മഹത് വ്യക്തികളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. അവർക്കാർക്കും ഇയാളെയാണ് പിടിച്ചതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പറയാനില്ല. കാരണം ആൻറ്റിയും നന്ദയും നിരപരാധിയാണെന്ന് തെളിഞ്ഞല്ലോ. അതുകൊണ്ട് അപ്പോൾ ഇയാളെ പോലീസിൽ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ നിയമപരമായി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ തർപ്പിച്ചു പറയുന്നു നമ്മുടെ ഗൗതം. അപ്പോഴേക്കും പപ്പയും പറഞ്ഞു, അതെ, നന്ദയെയും അതുപോലെ തന്നെ ആൻറ്റിയെയും ഇത്രയും നേരം ഇവിടെ നിന്ന് ഇത്രയൊക്കെ പറഞ്ഞപ്പോഴും ഇയാൾ ഒരു അക്ഷരം പോലും മിണ്ടിയതല്ല. അതുകൊണ്ട് തന്നെ ഇയാൾക്കും അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ച അതേ ശിക്ഷ തന്നെയാണ് കൊടുക്കേണ്ടതെന്ന്. അപ്പോഴേക്കും ഇങ്ങനെ വായും പൊത്തി അരുന്ധതിയൊക്കെ അവിടെ അങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും നമ്മുടെ പിങ്കി കയറി അങ്ങ് പറഞ്ഞു, അയ്യോ അതൊന്നും വേണ്ട ഗൗതം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ ഒരു കാര്യത്തിൽ നേരത്തെ പറഞ്ഞ ആ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെന്നും ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഗൗതം ഇങ്ങനെ നോക്കുക കേട്ടോ. നന്ദയ്ക്ക് കാര്യം മനസ്സിലായി. നന്ദ ഇവളെ നോക്കി എന്നിട്ട് ഒരു ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ പാസ്സാക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് പിങ്കി പറഞ്ഞു, ഈ വീടിൻ്റെ അഭിമാനത്തെയാണ് കളങ്കപ്പെടുത്തേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ ഇതിന് കൂട്ടു നിൽക്കില്ല. എനിക്ക് എൻ്റെ സ്വർണ്ണമാല തിരിച്ചു കിട്ടി. ആ സ്വർണ്ണമാല തിരിച്ചു കിട്ടിയത് കൊണ്ട് തന്നെ എനിക്ക് പരാതിയൊന്നുമില്ല. നേരത്തെ പറഞ്ഞ അതേ കാര്യത്തിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഇയാൾക്ക് ശിക്ഷയൊന്നും കൊടുക്കണ്ട, അല്ലെങ്കിൽ ഇയാൾക്ക് ഇവിടെ വിധിക്കുന്ന എന്തെങ്കിലും ശിക്ഷ മതി, ഇയാളെ നിയമത്തിന് മുന്നിലൊന്നും കൊണ്ടുപോകേണ്ടത്. അപ്പോൾ കുറ്റം ചെയ്തവരെന്നും കുറ്റവാളി തന്നെയാണ് പിങ്കി. അത് ഒന്ന് കണ്ണടച്ചു വിട്ടാൽ വീണ്ടും അവരത് തന്നെ ആവർത്തിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഗൗതം പിങ്കിയോട് പറയുമ്പോൾ പിങ്കി പറയുന്ന ഡയലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുഷ്പൻ എന്ന് പറയുന്ന വ്യക്തി നന്ദയുടെ റിലേറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ACPയുടെ ഭാര്യയുടെ റിലേഷനിലുള്ള ഒരാൾ സ്വന്തം വീട്ടിൽ കയറി മോഷണം നടത്തിയെന്ന് പറഞ്ഞാൽ അത് ഗൗതത്തിനെ തന്നെയാണ്, ഗൗതത്തിൻ്റെ ജോലിയെ അല്ലെങ്കിൽ ഗൗതത്തിൻ്റെ ആ ഒരു ഇതിനെ തന്നെയാണ് ബാധിക്കുന്നത്. അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഗൗതം. ഞാൻ ഒരിക്കലും അതിന് കൂട്ടു നിൽക്കില്ല. ഗൗതത്തിന് അപമാനം ഉണ്ടാകുന്ന ഒന്നിനും ഞാൻ കൂട്ടു നിൽക്കില്ല ഗൗതം. അതുകൊണ്ട് എന്നെ അങ്ങനെ നിർബന്ധിക്കരുത് ഗൗതം. ഞാൻ കേസ് തരില്ല ഗൗതം, കൊടുക്കില്ല ഗൗതം തുടങ്ങിയതിൽ നിരപരാധിയായിട്ട് നല്ലവളായിട്ട് കുടുംബത്തിൻ്റെ ഉത്തമ മരുമകളായിട്ടൊക്കെ അഭിനയിച്ച് തകർക്കുക. ഈ സമയത്ത് നമ്മുടെ നന്ദ അവിടെ വന്നിട്ട് ചോദിച്ചു, ഗൗതം സാർ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും പിങ്കിയുടെ വെപ്രാളമൊക്കെ നമ്മുടെ നന്ദയ്ക്ക് നന്നായിട്ട് മനസ്സിലായി. എന്താ തനിക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പം, അല്ല എന്തായാലും ഈ പുഷ്പേട്ടൻ ആ മാല മോഷ്ടിച്ചത് സത്യം തന്നെയാണ്. മാല മോഷ്ടിച്ച് എൻ്റെ ബാഗിൽ കൊണ്ടുവന്നിടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരിക്കും? പുഷ്പേട്ടന് ആ മാല മോഷ്ടിച്ചെടുത്തിട്ട് അതുകൊണ്ട് കടന്നു കളഞ്ഞാൽ പോരായിരുന്നു, അല്ലെങ്കിൽ അത് വിറ്റിട്ട് കിട്ടുന്ന കാശ് കയ്യിൽ വെച്ചാൽ പോരായിരുന്നു. ഈ മാല എൻ്റെ ബാഗിൽ കൊണ്ടുവന്നിട്ടിട്ട് അതിൻ്റെ ബാക്കിയായിട്ടുള്ള ക്യാഷ് കൊണ്ടുവന്ന് അങ്ങനെ വെക്കേണ്ട ആ ആവശ്യം എന്താ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും പിങ്കിയുടെ കണ്ണിങ്ങനെ തുറച്ചു വന്നു. കാരണം ഇവള് കാര്യമായി ചിന്തിക്കാൻ തുടങ്ങി, പണി കിട്ടിത്തുടങ്ങി എന്നുള്ളൊരിതിൽ. അപ്പോൾ ഗൗതം അത്
ശരിയാണ് എന്നുള്ള കാര്യം അവിടെ പറഞ്ഞു. അതെന്തിനാണ് ചെയ്തതെന്ന് ഇവനെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും എന്ന് ഗൗതം പറഞ്ഞപ്പോഴേക്കും പിങ്കിയുടെ ഉള്ള ഗ്യാസ് എല്ലാം പോയി. അപ്പോഴേക്കും നമ്മുടെ നന്ദ എന്ത് ചെയ്തു, അവിടെ വന്ന ആ സെറ്റിയിലേക്ക് ഈ പിങ്കിയെ നോക്കി വളരെ സന്തോഷത്തോടു കൂടി ഒരു ഇരിപ്പ് അങ്ങോട്ടേക്ക് അങ്ങ് ഇരുന്നു. അങ്ങനെ ഇരുന്ന് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇതേ ചോദ്യം തന്നെ നമ്മുടെ പിങ്കിയുടെ പപ്പയോടും നന്ദ ചോദിച്ചു. അവിടെ നിന്ന് മോഷ്ടിച്ച ആ ഒരു മാല എന്തിനു വേണ്ടി എൻ്റെ ബാഗിൽ കൊണ്ടുവന്ന് പുഷ്പേട്ടൻ ഇട്ടു, എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പിങ്കിയുടെ പപ്പ പറഞ്ഞു, അത് മോളെ കൊടുക്കാൻ, മോളെ ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ മോശക്കാരിയാക്കാൻ വേണ്ടിയിട്ട് ആണല്ലോ. അങ്കിളിനത് വ്യക്തമായി അറിയാലോ അല്ലേ എന്ന് ചോദിച്ചു. അറിയാം, അതിപ്പോൾ എനിക്കെന്നല്ല ആർക്കാണെങ്കിലും അത് അറിയാൻ കഴിയില്ലേ മോളെ എന്ന് പിങ്കിയുടെ പപ്പ ചോദിക്കുക. അപ്പോഴും പിങ്കി പെട്ടു. അപ്പോഴും നന്ദ പിങ്കിയെ നോക്കി ഒരു ചിരിയൊക്കെ പാസ്സാക്കി അങ്ങനെ ഇരിക്കുന്നു തലയെടുപ്പോടു കൂടി. കാരണം എന്താ, പിങ്കിയാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചിരിക്കുന്നത്. വളരെ നിസ്സാരമായിട്ട് തെളിയിക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഒന്ന് ചലിച്ചാൽ മതി, നന്ദി ഒന്ന് ചലിച്ചാൽ മതി, പിങ്കിക്ക് പിടി വീഴും. അതുകൊണ്ട് പിങ്കിക്ക് പിടി വീഴുവോ എന്നുള്ള ആ ഒരു ആശങ്കയിൽ അല്ലെങ്കിൽ ആ ഒരു നെഞ്ചിടിപ്പോട് കൂടി അങ്ങനെ ഇരിക്കുവാണ് നമ്മുടെ പിങ്കി. അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ നല്ലവളായി നിൽക്കുന്ന നമ്മുടെ പിങ്കിക്ക് അല്പായുസ് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം പിങ്കിക്ക് മനസ്സിലാവുകയും ചെയ്തു. നന്ദയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഈ ഒരു വിഷയം വിടുന്നില്ല, ഇതിൽ തന്നെ കടിച്ചു തൂങ്ങി കിടക്കാൻ നന്ദ തീരുമാനിച്ചു. കാരണം ഇത്രയും പേരുടെ മുന്നിൽ ആ നിരപരാധിയായ സ്ത്രീയെ അത്രത്തോളം അപമാനിച്ചതാണ് അവരെല്ലാവരും. അങ്ങനെ നമ്മുടെ നന്ദ അവിടെ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ പിങ്കി ഒരു സൈഡിൽ വന്നിരിക്കുന്നു. ബാക്കിയുള്ളവർ, മുതിർന്നവരെല്ലാവരും ഇരിക്കുന്നു, ബാക്കിയുള്ളവരൊക്കെ നിൽക്കുന്നു. അങ്ങനെ ഒരു ഇതിൽ നമ്മുടെ നന്ദ അവിടെ ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും മോഹിനിയുടെ മുഖം, അരുന്ധതിയുടെ മുഖം, അതുപോലെ മഹേശ്വരൻ്റെ മുഖം ഒക്കെ ഇങ്ങനെ കണ്ണ് തുറച്ചു വരുന്നുണ്ട്. കാരണം എന്താ, നന്ദ അവിടെ ഇരുന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ സത്യത്തിൻ്റെ വഴിയിലൂടെയുള്ള കാര്യങ്ങളാണ്. അവിടെ ഇവർ പൊക്കിപ്പിടിച്ചിരിക്കുന്ന പിങ്കിയാണ് തെറ്റുകാരി. അതുകൊണ്ട് തന്നെ പിങ്കിക്കെതിരായിട്ടുള്ള സംസാരത്തിൽ നന്ദ എവിടെ വിജയിക്കുമോ അല്ലെങ്കിൽ നന്ദ പറയുന്ന കാര്യങ്ങൾ വെച്ച് എന്ത് സംഭവിക്കും എന്നുള്ള പേടിയാണ് അവർക്കും. പക്ഷെ പിങ്കി അതിനകത്ത് കളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അവർക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ പിങ്കി പേടിച്ച് വിറച്ചിരിക്കുന്ന സമയത്ത് ഈ മാലയെ പറ്റിയും അതുപോലെ തന്നെ അന്ന് അവിടെ സംഭവിച്ച കാര്യങ്ങളെ പറ്റിയും ഒക്കെ നമ്മുടെ നന്ദ ഇരുന്നങ്ങ് വിശദീകരിക്കാൻ തുടങ്ങി. ഒപ്പം ഗൗതമുണ്ട്, അതുപോലെ തന്നെ പ്രിയയും ലക്ഷ്മിയും നമ്മുടെ നന്ദയ്ക്ക് കട്ട സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. അപ്പോൾ പിന്നെ ഇവർക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. പിങ്കിക്ക് പിടി വീണു അല്ലെങ്കിൽ വീഴുമോ എന്നുള്ളൊരു പേടിയിൽ പിങ്കി ഇങ്ങനെ അവിടെ ഒരു മൂലയ്ക്ക് ഒതുങ്ങിക്കൂടി അങ്ങനെ ഇരിക്കുക. അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും ഇതെല്ലാം നടന്നു. ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രാധികാൻ്റിയോട് അവിടെ ലക്ഷ്മിയും അതുപോലെ തന്നെ ഗൗതവും ഒക്കെ ചെന്ന് സോറി പറയുക. കാരണം ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരെ പോലീസ് പിടിക്കും അല്ലെങ്കിൽ ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ എന്ന് വിളിച്ച് കുറേ നമ്മുടെ ഗൗതം സംസാരിച്ചതായിരുന്നു. അപ്പം മോനെ എടാ ഗൗതം മോനെ ഞാൻ കട്ടിട്ടില്ലടാ എന്ന് 1000 ആവർത്തി ആ സ്ത്രീ വിളിച്ചു പറഞ്ഞപ്പോഴും ഗൗതം അതൊന്നും ഗൗനിച്ചില്ല. പക്ഷേ ആ സത്യം തെളിഞ്ഞപ്പോൾ അവരോട് ക്ഷമ പറയേണ്ടത് ആ ഒരു ഇതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും, അതായത് നമ്മുടെ ഗൗതമൊക്കെ ആൻറ്റിയോട് ക്ഷമ പറയുന്ന രീതിയിൽ ആൻറ്റി ക്ഷമിക്കണം എന്ന് തന്നെ പറഞ്ഞു സംസാരിക്കുന്നു. അപ്പോഴും രാധികാൻ്റെ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് വിഷമിച്ച് ഇങ്ങനെ അവിടെ തന്നെ നിൽക്കുക കേട്ടോ. ആ പാവത്തിന് വേറെ ഒന്നും ചെയ്യാനില്ല. പക്ഷെ തൻ്റെ ആൻറ്റി, ഒരു തെറ്റും ചെയ്യാത്ത തൻ്റെ ആൻറ്റിയെ ഇത്രയും പേരുടെ മുന്നിൽ കുറ്റവാളിയാക്കി നിർത്തിയ പിങ്കിയെ ചുമ്മാ വിടാൻ നമ്മുടെ നന്ദയുടെ മനസ്സിട്ട് അനുവദിക്കുന്നതുമില്ല. നന്ദയെ പേടിച്ചാണ് പിങ്കി ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയ കൂട്ടുകാരിയെ കൊണ്ടുവരിക എന്നുള്ളതാണ്. സാന്ദ്രയെ കൊണ്ടുവന്ന് ഇവരുടെ മുന്നിൽ നിർത്തി സംഭവിച്ചത് എന്താണെന്ന് സാന്ദ്രയെ കൊണ്ട് തന്നെ പറയിപ്പിക്കാനാണ് നമ്മുടെ നന്ദ തീരുമാനിച്ചിരിക്കുന്നത്. അത് നന്ദ അവിടെ പറയുകയും ചെയ്തു. പുഷ്പൻ എന്തിനു വേണ്ടിയാണിത് ചെയ്തത് എന്നുള്ളത് ആ വീഡിയോയിൽ കണ്ട ഒരു വ്യക്തിക്ക് അറിയാം. ആ വ്യക്തിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കണമെന്ന്. ആരാ അത്? സാന്ദ്ര. അപ്പം സാന്ദ്രയെ കൊണ്ടുവരണമെന്നും സാന്ദ്രയെ കൊണ്ട് തന്നെ ഈ കാര്യത്തിൻ്റെ സത്യം നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്നും സംസാരിപ്പിക്കണമെന്നുമുള്ള കാര്യം നന്ദ പറഞ്ഞപ്പം അത് 100% ന്യായമായ കാര്യമാണ്. അത് ശരിയാണ്, നന്ദ പറഞ്ഞത് ശരിയാണ്. സാന്ദ്രയെ കൊണ്ടുവരണം, സാന്ദ്രയെ കൊണ്ടുവന്ന് സാന്ദ്രയെ കൊണ്ട് തന്നെ ഇതിൻ്റെ സത്യം എന്താണെന്ന് പുറത്തു കൊണ്ടുവരിക്കണം. അങ്ങനെ പിങ്കിയുടെ കള്ളക്കളികളെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് കൂട്ടുകാരി തന്നെ പിങ്കിക്കുള്ള ശിക്ഷ വിധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും ആ വീട്ടിൽ ശരിക്കും പിങ്കിയെ തകർത്തുകൊണ്ട് സത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്ന നന്ദയുടെ പുതിയ തീരുമാനം കേട്ട് പിങ്കി ശ്വാസം നിലച്ചങ്ങനെ ഇരുന്ന് പോകുന്നു. എന്തായാലും ഇതൊന്നും വെറുതെ വിടാനായിട്ട് നമ്മുടെ നന്ദ ഉദ്ദേശിച്ചിട്ടില്ല. ഇനിയിപ്പോൾ സാന്ദ്ര വരും, അതുപോലെ തന്നെ സാന്ദ്രയെ ചോദ്യം ചെയ്യും, സാന്ദ്ര തന്നെ പിങ്കിയുടെ പേരും പറയും.
അങ്ങനെ 100 കൂട്ടം കാര്യങ്ങളും ഇതിൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടിപൊളി കഥ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.